ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഒരു വെറൈറ്റി വീഡിയോ ആണ്. ഇത് ഞങ്ങളൊരു ലോട്ടറി ചാലഞ്ചായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അത് ജസ്റ്റ് നമ്മളൊരു 5000 രൂപയ്ക്കാണ് ഇന്ന് ലോട്ടറി എടുക്കാൻ പോകുന്നത്. 5000 രൂപ എന്ന് പറഞ്ഞാൽ ഒരു ലോട്ടറി ടിക്കറ്റിൻ്റെ പ്രൈസ് 50 രൂപയാണ്. 50 രൂപയെന്ന് പറഞ്ഞാൽ ഒരു 100 എണ്ണം കിട്ടും. 100 ലോട്ടറി ടിക്കറ്റാണ് നമ്മൾ ഇന്ന് എടുക്കാൻ ഉദ്ദേശിച്ചത്. ഇന്ന് ഡേറ്റ് 11 കേട്ടോ, 11/6/2025. അപ്പോൾ നമ്മൾ 12-ാം തീയതിത്തെ ലോട്ടറിയാണ് എടുക്കുന്നത്. കാരുണ്യ പ്ലസ് ആണ് ലോട്ടറി ടിക്കറ്റിൻ്റെ പേര്. നമ്മൾ എടുക്കണ ഈ 100 ടിക്കറ്റിൻ്റെ അവസാനത്തെ 4 അക്ക നമ്പർ ഈ വീഡിയോൻ്റെ ഫുള്ളായിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ 4 അക്ക നമ്പറിൽ എക്സാമ്പിൾ ഒരു 2000 ആണെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ, ആ 2000 ആണ് നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ലോട്ടറിയിൽ അഥവാ നമുക്ക് എന്തെങ്കിലും പ്രൈസ് അടിക്കുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഫസ്റ്റ് പ്രൈസ് 1 കോടി രൂപയായിട്ട് 1 കോടി രൂപ നമുക്ക് അഥവാ അടിക്കുകയാണെങ്കിൽ വെച്ചോളി, 1 കോടി രൂപ നമുക്ക് കിട്ടൂല. നമുക്ക് 68 ലക്ഷം രൂപ 1 കോടി അടിക്കുകയാണെങ്കിൽ ഞാൻ ചാറ്റ് GPT സെർച്ച് ചെയ്താണ് 31.2% എന്താ ടാക്സും ഡിഡക്ഷനായിട്ട് ഗവൺമെൻറ് പിടിക്കും. പിന്നെ അതിൻ്റെ പുറമെ കമ്മീഷൻ കാര്യങ്ങളൊക്കെ പോയി ചുരുങ്ങിയത് ഒരു 60 ലക്ഷം റുപ്യെങ്കിലും കയ്യിൽ കിട്ടുമെന്ന് വിചാരിക്കാം. 60 ലക്ഷം റുപ്യ കിട്ടുകയാണെങ്കിൽ ആ കമൻറ്റ് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു 25% നിങ്ങൾക്ക് 60 ലക്ഷത്തിൻ്റെ 25% പറഞ്ഞാൽ 15 ലക്ഷം റുപ്യ ഞങ്ങൾ നിങ്ങൾക്ക് ഗീവ് അവേ ആയിട്ട് തരുന്നതാണ്. തരും പറഞ്ഞാൽ തന്നിരിക്കും. അടിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് തരും. അതിപ്പോൾ 1 കോടി മാത്രമല്ല കേട്ടോ, നമ്മൾ 5000 ആണെങ്കിൽ അതിൽ പല പ്രൈസ് ഉണ്ട്. 5000 ഉണ്ട്, 1000 ഉണ്ട്, 200, 100, 50 റുപ്യയും കൂടി ഉണ്ട് എന്തുകൊണ്ട്. പിന്നെ 1 ലക്ഷം, 5 ലക്ഷം അങ്ങനെയൊക്കെ കണ്ടിന്. അത് എത്ര റുപ്യ ആണെങ്കിലും ലാസ്റ്റ് 50 റുപ്യ അടിക്കുകയാണെങ്കിലും അതിൽ 25 എൻ്റെ കയ്യിൽ കിട്ടണ, ഞങ്ങളെ കയ്യിൽ കിട്ടുന്ന പ്രൈസിൻ്റെ 25% അത് നിങ്ങൾ കമൻ്റ് അടിച്ച്, ആ നമ്പർ നിങ്ങൾ കമൻ്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾ നിങ്ങൾക്ക് ഗിവ് അവേ ആയിട്ട് തരുന്നതാണ്. അതിപ്പോൾ ഒന്നിലേറെ പേര് ഒരേ നമ്പർ കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വേറെ ഒരു രീതിയിൽ, അത് ഷഫിളിൻ്റെ മോഡൽ നമ്മൾ സെലക്ട് ചെയ്തിട്ട് ആരാണോ ആ കമൻറ്റ് അടിച്ചിട്ടുള്ള ആ വ്യക്തിക്ക് നമ്മൾ കൊടുക്കും. എന്തായാലും ആ എമൗണ്ട് എത്ര രൂപ കിട്ടുന്നുണ്ടോ അതിൻ്റെ 25% നമ്മൾ കൊടുത്തിരിക്കും. ഇപ്പോൾ ഇതിൻ്റെ നമ്മളിപ്പോൾ പ്ലാനിങ് എന്താണെങ്കിൽ ഇതാണ്, 5000 രൂപ നമ്മൾ ക്യാഷ് ഇറക്കി. ഈ 5000-ന് 100 എണ്ണമാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. 100 എണ്ണം പറഞ്ഞാൽ ഒരേ സ്ഥലത്തുനിന്നല്ല എടുക്കുന്നത്. നമ്മൾ മലപ്പുറം, കോട്ടക്കൽ, വേങ്ങര, കൊണ്ടോട്ടി അങ്ങനെ 4 സ്ഥലത്തു നിന്നും ഈ 100 ടിക്കറ്റ് നമ്മൾ എടുക്കും. 100 ടിക്കറ്റ് എടുത്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ, 100 ടിക്കറ്റിൻ്റെയും ഡീറ്റെയിൽസ് കാര്യങ്ങൾ നമ്മൾ ഇതിൽ കൊടുക്കേണ്ടതാണ്. ലാസ്റ്റത്തെ അവസാനത്തെ 4 അക്ക നമ്പർ ഇതിൽ നമ്മൾ ഇടേണ്ടത്. വീഡിയോയിൽ ഈ അവസാനം തൊട്ട് ലാസ്റ്റ് വരെയുള്ള വീഡിയോയിൽ നമ്മൾ ഓരോരോ എടുക്കുന്ന സമയത്ത് ഈ നമ്പറൊക്കെ എടുത്തിട്ടുണ്ട് നമ്മൾ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്, ഇതിൽ കാണിക്കുന്നതാണ്. ആ നമ്പർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പർ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഇനിയിപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് 1 നമ്പർ കമൻറ്റ് ചെയ്യാം, 10 നമ്പർ കമൻറ്റ് ചെയ്യാം, 100 എണ്ണം വേണമെങ്കിൽ 100 നമ്പറും കമൻറ്റ് ചെയ്യാം. 100 നമ്പറും സെപ്പറേറ്റ് കമൻറ്റിലായിരിക്കണം. ഓക്കെ, അതെ, ഒന്നിച്ച് കമൻറ്റ് ചെയ്യരുത്. 100 നമ്പറും സെപ്പറേറ്റ് ആയിരിക്കും കമൻറ്റ് ചെയ്യേണ്ടത്. കമൻറ്റ് ചെയ്ത് അതിൽ നിന്ന് നിങ്ങൾക്ക് ഏത് ടിക്കറ്റിൽ നിന്നും അടിക്കുകയാണെങ്കിൽ നിങ്ങൾ അതിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്ന് ഞങ്ങൾ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ആ പറഞ്ഞ പൈസ 25% ഞങ്ങൾക്ക് കിട്ടുന്ന പൈസയിൽ നിന്ന് 25% ഞങ്ങൾ ഗീവ് അവേ തരും. ഫസ്റ്റ് പ്രൈസ് ആണെങ്കിൽ 15 ലക്ഷം രൂപ വരെ കിട്ടിട്ട ഗീവ് അവേ ഉറപ്പാണ്. അപ്പം ഞങ്ങളെ ഒരാളെ ഭാഗ്യം, 2 ആളെ ഭാഗ്യം മാത്രമല്ല, ഇതിൽ കമൻറ്റ് ചെയ്യുന്ന എല്ലാവരുടെ ഭാഗ്യം പോലെ ഉണ്ടാവും. അത് നമ്മളെ ഭാഗ്യം എന്താണെന്ന് ഈ 4 അറിയാം. 3 മണിക്കാണ് ടിക്കറ്റ് അനൗൺസ് ചെയ്യുക പ്രൈസൊക്കെ. അപ്പം നമുക്ക് ആ വീഡിയോ അപ്ലോഡ് ചെയ്യും. ഇപ്പം ഇന്ന് ഇതെന്തായാലും ഞങ്ങൾ ഈ വീഡിയോ ഇന്ന് അപ്ലോഡ് ചെയ്യും, ഷോർട്സ് ആയിട്ടും പിന്നെ ഇൻസ്റ്റാഗ്രാമിലും അപ്ലോഡ് ചെയ്യും. നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം വീഡിയോ കാണുകയാണെങ്കിൽ അതിലും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അതായത് ഇൻസ്റ്റാഗ്രാമിൽ എന്തായാലും ഫുൾ നമ്പർ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ കാണേണ്ടവരുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ വീഡിയോ കൊടുക്കും. അതേപോലെ യൂട്യൂബ് ഷോർട്സിലും ഞങ്ങൾ ഈ ലിങ്ക് കൊടുക്കും. അത് കണ്ടിട്ട് നിങ്ങൾക്ക് അതിലും കമൻറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഏതാ ബെറ്റർ അതിൽ ചെയ്താൽ മതി, കമൻറ്റ് ചെയ്താൽ മതി. എന്നിട്ട് മെയിൻ കമൻറ്റ്സ് മാത്രമല്ല, അതിൻ്റെ ഒപ്പം നമ്മളെ വീഡിയോ ഷെയറും ചെയ്താൽ സബ്സ്ക്രൈബും ചെയ്തോളി. ഇനി ഇൻസ്റ്റയിൽ കാണുകയാണെങ്കിൽ ഒന്ന് ഫോളോയും ചെയ്തോളി. ഓക്കെ, ഇതൊക്കെയാണ്. അപ്പോൾ നമ്മൾ കൂടുതൽ വൈകിക്കേണ്ട, എന്തായാലും നമ്മൾ ഈ 4 സ്ഥലത്തും പോയി എത്തുമ്പോഴേക്ക് തന്നെ കുറേ ലേറ്റ് ആവും. അപ്പോഴത്തേക്കും വേഗം കാര്യങ്ങളൊക്കെ ഒന്ന് ഈവനിങ് ഒരു നൈറ്റ് ആവുന്നതിൻ്റെ ഉള്ളിൽ പെട്ടെന്ന് തീർക്കാം. കുറച്ച് ഓടാനുണ്ട്.
അപ്പോൾ എന്തായാലും നമുക്കൊന്ന് ചിലവ് ചെയ്തിട്ട് വരാം. ഇത് നിങ്ങൾ ആരും എന്നും എന്നും ഞാൻ ഈ ലോട്ടറി ടിക്കറ്റ് ആദ്യമായിട്ടാണ് എടുക്കുന്നത്. എനിക്കിത് സ്ഥിരം പരിപാടിയല്ല. അപ്പോൾ എടുക്കുമ്പോൾ ഒരു 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 എക്സൈറ്റ്മെന്റ് ആവാൻ വേണ്ടിയിട്ടും നമ്മളെ വീഡിയോസ് സ്വാഭാവികമായിട്ട് എടുക്കുന്ന നമ്മളെ വീഡിയോസ് ഒന്ന് ക്ലിക്ക് ആവാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഇതിന് മാത്രമല്ല നമ്മൾ അടുത്തേം ഗിവ് വരും. നമ്മൾ എങ്ങനെ ട്രൈ ചെയ്യാണ് എന്താ ഏത് വയ്ക്കാതെ കഴിച്ചിലാവാനും പറയാൻ പറ്റില്ല. അപ്പോൾ ജസ്റ്റ് അത് ഞങ്ങൾ കഴിച്ചിലാവാണെങ്കിൽ ലോട്ടറി അടിക്കാനും ലോട്ടറി അടിച്ച് കഴിച്ചിലായിക്കോട്ടെ, അല്ലെങ്കിൽ വീഡിയോ ക്ലിക്ക് ആവാണെങ്കിൽ വീഡിയോ ക്ലിക്കായി കഴിച്ചിലായിക്കോട്ടെ, എങ്ങനെ കഴിച്ചിലാവാണെങ്കിലും നമ്മളെ ലോട്ടറി ടിക്കറ്റ് അടിക്കുകയാണെങ്കിൽ പറഞ്ഞ പോലെ 25% വെച്ചിട്ട് നമ്മൾ ആ പൈസ കൊടുത്തിരിക്കും. അതേ നമ്മളെ വീഡിയോസ് ക്ലിക്ക് ആവുകയാണെങ്കിൽ ഇതേപോലെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് നമ്മൾ ഇറക്കുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങൾക്കും ലാഭം ഉണ്ടാവും, നമുക്കും ലാഭം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഇറങ്ങാം. ബാക്കിയുള്ള ഓരോരോ വീഡിയോസ് നമ്പേഴ്സ് ഞാൻ അത് എടുക്കുമ്പോൾ ഓരോരോ കടയിൽ കയറിയിട്ട് എടുക്കുമ്പോഴും നിങ്ങൾക്ക് ആ നമ്പേഴ്സ് ഞങ്ങളിതിൽ പറയുകയും ചെയ്യുക, അതേപോലെ ഡിസ്പ്ലേയിൽ കാണിക്കുകയും ചെയ്യുക. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇതപ്പോൾ ഇറങ്ങാൻ നിൽക്കുകയാണ്. ഇനിയിപ്പോൾ ആദ്യം നമ്മൾ പോകുന്നത് മലപ്പുറത്തേക്കാണ്. മലപ്പുറത്ത് നിന്ന് കോട്ടക്കൽ നിന്ന് വേങ്ങര നിന്ന് കൊണ്ടോട്ടി, ഇങ്ങനെ 4 സ്ഥലത്തു നിന്ന് ഈ 100 ടിക്കറ്റ് എടുത്തിരിക്കും. അപ്പോൾ ഓരോരോ സമയത്ത് ഞങ്ങൾ ഈ 4 ടിക്കറ്റിൻ്റെ നമ്പറും ഇതിൽ പറയാം. അപ്പോൾ നിങ്ങൾ ആവശ്യമുള്ള നമ്പർ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ച് കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, അത് കമൻറ്റ് ചെയ്യുമ്പോൾ ഒന്നും ഓർക്കണ്ടാണ്, സെപ്പറേറ്റ് ആയിട്ടാണ് കമൻറ്റ് ചെയ്യേണ്ടത്. അല്ലാണ്ട് ഒരു കമൻറ്റിൽ 100 അടിച്ചിട്ട് കമൻറ്റ് ചെയ്താൽ അത് അക്സെപ്റ്റബിൾ അല്ല. ഓക്കെ, അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇറങ്ങട്ടെ. എന്നാ പൈസ പിടിച്ചോ, മൊയിലാലി വേണം കേട്ടോ പൈസ. അപ്പോൾ ഗൈസ്, നമ്മൾ ആദ്യത്തെ ഞങ്ങൾ കയറിയത് മലപ്പുറത്ത് നമ്മൾ ബൈപ്പാസ് കയറുന്ന ചിക്കിങ്ങിൻ്റെ തൊട്ടടുത്ത് 2 കട ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോരോ കടയിൽ നിന്ന് 4 ടിക്കറ്റ് വീതം എടുത്ത് ആ 4 ടിക്കറ്റിൻ്റെയും 8 ടിക്കറ്റ് ടോട്ടൽ എടുത്ത് 2 കടയിൽ നിന്ന് ആ ടിക്കറ്റിൻ്റെ നമ്പർ ഫസ്റ്റത്തെ കടയിൽ നിന്ന് എടുത്ത നമ്പർ ഞാൻ പറഞ്ഞുതരാം. 1929, രണ്ടാമത്തെ ടിക്കറ്റിൻ്റെ 1778, മൂന്നാമത്തെ ടിക്കറ്റിൻ്റെ നമ്പർ 6381, നാലാമത്തെ ടിക്കറ്റിൻ്റെ 1059. ഇത് ഫസ്റ്റത്തെ കടയിൽ നിന്ന് എടുത്ത 4 നമ്പർ ആട്ടാ. ഇനി ബാക്കി രണ്ടാമത്തെ കടയിൽ നിന്ന് ടിക്കറ്റ് ഞാൻ പറഞ്ഞുതരും. പറഞ്ഞെടുത്താൽ 9380, 3319, 1339, 1347. ഇപ്പോൾ ടോട്ടൽ 8 നമ്പറായി. ഇനിയിപ്പോൾ ബാക്കി 92 നമ്പറും കൂടി ഞങ്ങൾ എത്രയും പെട്ടെന്ന് അപ്ലോഡ് ചെയ്യാം. എടുക്കാറ് 4 എടുത്ത് ഗൈസ്, ഇപ്പോൾ മലപ്പുറം അങ്ങാടിയിലാണ് ഞങ്ങളുള്ളത്. മലപ്പുറം അങ്ങാടിയിൽ ആദ്യത്തെ കടയിൽ കയറിയിട്ട് എടുത്ത നമ്പേഴ്സാണ് 2959, 1701, 2964, 2953. 4 ടിക്കറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടുന്ന്. അപ്പോൾ ടോട്ടൽ 12 ടിക്കറ്റായ മലപ്പുറത്തുനിന്ന്. ഇത് പൊളിക്കും, കത്തും, കേരളം നിന്ന് കത്തും ഗൈസ്. പിന്നെ നമ്മൾ ഈ ചാലഞ്ചായിട്ട് ഇറങ്ങിയപ്പോൾ നല്ല മഴ ഉണ്ടാവും. പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത മഴയാണ്. ഇപ്പം നോക്കാം. നിങ്ങൾ പിന്നെ ചെറിയ കടയിൽ കയറുന്നില്ല. ചെറിയ കടയിൽ കയറിയാൽ എന്താ പറയുക, അടുപ്പിച്ചിട്ടുള്ള നമ്പറൊക്കെയാണ് ഉണ്ടാവുക. നമുക്ക് സെലക്ട് ചെയ്ത് എടുക്കാനുള്ള ലോട്ടറീസ് അവിടെ ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം കുറച്ച് വലിയ കടയിലൊക്കെയാണ് നോക്കി കയറുന്നത്. അതാകുമ്പോൾ നമുക്ക് നമ്പേഴ്സ്, വെറൈറ്റി നമ്പേഴ്സ് ഉണ്ടാവും, ഒന്ന് സെലക്ട് ചെയ്ത് എടുക്കാനും കഴിയും. അപ്പോൾ എന്തായാലും മലപ്പുറത്ത് ഞങ്ങൾ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. സർക്കിളിൻ്റെ അവിടെ ഉണ്ടായിരുന്നു കട, പക്ഷെ നല്ല മഴ ആയതുകൊണ്ട് ഇറങ്ങാൻ പറ്റിയില്ല. ഇപ്പോൾ നോക്കാം, തപ്പി നോക്കട്ടെ ഗൈസ്. പിന്നെ നമ്മൾ മഴ നിന്നപ്പോൾ പിന്നെയും അങ്ങോട്ട് മലപ്പുറം ജംഗ്ഷൻ തന്നെ വന്നു. വേറെ സ്ഥലത്തൊക്കെ തിരഞ്ഞു നോക്കിയിട്ട് കടകളൊന്നും കാണില്ല. അപ്പം മലപ്പുറം ജംഗ്ഷൻ വന്നിട്ട് 2 കട കയറിയിട്ട് ഞങ്ങൾ പിന്നെ 8 ടിക്കറ്റ് എടുത്ത് ടോട്ടൽ 20 ടിക്കറ്റായി. മലപ്പുറത്തു നിന്ന് തന്നെ 1000 രൂപ ഇപ്പോൾ ചിലവായി. ടോട്ടൽ 20 ടിക്കറ്റ് എടുത്ത്. അപ്പോൾ ഈ 8 ടിക്കറ്റിൻ്റെ നമ്പർ 2 കടയിൽ നിന്ന് എടുത്തതാണ് കേട്ടോ. ഒരു നമ്പർ 8005, രണ്ടാമത്തെ 1933, മൂന്നാമത്തെ 8010, നാലാമത്തെ 8009.
അങ്ങനെ ഒരു കടയിൽ നിന്ന് 4 ടിക്കറ്റ് എടുത്ത് പിന്നെ അടുത്ത 4 നമ്പർ 6398, പിന്നെ 1949, പിന്നെ 1778, പിന്നെ 1940. അപ്പോൾ ടോട്ടൽ 8 ടിക്കറ്റ്. മലപ്പുറത്തുനിന്ന് ടോട്ടൽ നമ്മൾ ഒക്കെ കൂടി ചേർത്തിട്ട് 20 ടിക്കറ്റ് എടുത്ത് 20 ടിക്കറ്റ് 1000 രൂപ. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ ഇനി ഇവിടെ നിന്ന് നേരെ കോട്ടക്കലിലേക്കാണ് പോകുന്നത്. അവിടെ പോയിട്ട് ഇനിയിപ്പോൾ പോകുന്ന വഴിക്ക് ചിലപ്പോൾ കടകൾ കാണാൻ അവിടെ നിന്ന് കയറി എടുക്കാം. അതല്ലെങ്കിൽ കിട്ടിയിട്ടില്ലെങ്കിൽ കോട്ടക്കൽ പോയിട്ട് എടുക്കും. എന്തായാലും നമുക്ക് നേരെ കോട്ടക്കലിലേക്ക് വിടാം. നമ്മളങ്ങനെ മലപ്പുറത്തുനിന്ന് കോട്ടക്കലിലേക്ക് പോവാണ്. പോണ വഴിക്കാണ് അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ കോട്ടക്കലും വേങ്ങരയും കൊണ്ടോട്ടിയൊക്കെ പോയിട്ട് എപ്പോഴേ വീട്ടിലെത്താനും പറയാൻ പറ്റൂല. എന്തായാലും ഇന്ന് ഇറങ്ങിയ കാര്യം നമ്മൾ തീർത്തിട്ടേ വീട്ടിലിറങ്ങി എത്തുള്ളൂ. ആ ഓടിന്റെ വീല് നല്ല നേക്കം കേട്ടോ. എനിക്ക് പിന്നെ ഞാൻ കീഴേ കൂടിയത് ആദ്യമായിട്ട് കീഴേ കൂടിയത് ഒരു ഓട്ടോ മോനെ. ഏതാ വണ്ടി? അതെ, ഇതിൽ റെക്കോർഡായി ഉണ്ടാവും. 520D അങ്ങനെ എന്തെങ്കിലും. ലോട്ടറി ടിക്കറ്റ് നോക്കിട്ടാ. ലോട്ടറി കാർഡ് നോക്കിട്ടാ. ലോട്ടറി അറിഞ്ഞ ഇവിടെ ഉണ്ടാവില്ല, അടുത്ത അങ്ങാടിയിലേ ഉണ്ടാവുള്ളൂ. ആ ഗൈസ്, ഇപ്പോൾ നമ്മൾ കോട്ടക്കലെത്തി. ഇപ്പോൾ ഇവിടെ ടൗണിലാണ്. അത്യാവശ്യം ഇല്ലാത്ത ട്രാഫിക് ഉണ്ട്. അപ്പം ഞാൻ വണ്ടി ഇവിടെ സൈഡിൽ പാർക്ക് ചെയ്യാനുള്ള സ്ഥലമില്ല. അപ്പം ഞാൻ റോഡിൻ്റെ സൈഡിൽ തന്നെയാണ്. 51. പിന്നെ അലിയമ്മ ടിക്കറ്റ് എടുക്കാൻ പോയിട്ടുണ്ട്. ഇപ്പോൾ ഒരു കടയാണ് ഇപ്പോൾ കണ്ടത്. ഇപ്പോൾ ഉള്ളിൽ ഏതെങ്കിലും കടകളൊന്നും അറിയില്ല. പോയി എടുത്തു വരാൻ പോയിട്ടുണ്ട്. നമുക്ക് കാണാം വന്നിട്ട് എത്ര ടിക്കറ്റ് എത്ര കടയിൽ നിന്നാണ് ടിക്കറ്റ് എടുത്തുകൊണ്ടിരുന്നത് കാണാം. എന്നിട്ട് അതിൻ്റെ നമ്പേഴ്സ് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ എന്തായാലും ഇവിടെ ഒരു 1000 രൂപയ്ക്ക് ടിക്കറ്റ് എടുക്കുന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ വരുന്ന വഴിക്ക് വേറെ കടകളൊന്നും കണ്ടില്ല കേട്ടോ. മലപ്പുറത്തുനിന്ന് കോട്ടക്കൽ വരുന്ന വഴിക്ക് കടകളൊന്നും കണ്ടില്ല. കഴിച്ച് അലിയെത്തി. ഒരു കട ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അവിടെ നിന്ന്. പിന്നെ ഉള്ളിലൊക്കെ വേറെ മെഡിക്കൽ സ്റ്റോർ അങ്ങനെയൊക്കെ ഉള്ളത്. അപ്പോൾ ഒരു കടയിൽ നിന്ന് 4 ടിക്കറ്റാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ നമ്പർ സോം പറഞ്ഞുതരും. പറഞ്ഞാടാ. 4151. പിന്നെ അടുത്ത 1169. അടുത്തോ 6926. 7681. ഓക്കെ, അപ്പോൾ 4 ടിക്കറ്റ് എടുത്ത് ഇനിയിപ്പോൾ അടുത്ത കട നമുക്ക് സെർച്ച് ചെയ്യാം. പിന്നെ അടുത്ത കടയും കിട്ടി. അടുത്ത കടയിൽ നിന്ന് എടുത്ത നമ്പറാണ് 1995, 9494. പിന്നെ അടുത്ത നമ്പർ 0301. പിന്നെ നെക്സ്റ്റ് 0417. ഗൈസ്, പിന്നെ നമ്മളിപ്പോൾ 3 കടയും കൂടി കിട്ടി. ടോട്ടൽ 12 ടിക്കറ്റ് എടുത്ത് ആദ്യത്തെ 4 നമ്പറിന് ഞാൻ പറയാം. 3782, 5911, 5922, 3797. പിന്നെ 4 നമ്പർ അലിയാൻ പറയാം. 0284, 6605, 6430, 6441. ഓക്കെ, പിന്നെ നെക്സ്റ്റ് 4 നമ്പർ 9573, 3172, 6425, 6443. അപ്പം ടോട്ടൽ മലപ്പുറത്തും കോട്ടക്കലും കൂടി ചേർത്ത് നമ്മളിപ്പോൾ എത്ര ടിക്കറ്റ് ആയടാ? 12. പിന്നെ 40 ടിക്കറ്റായി. 40 ടിക്കറ്റ് 2000 രൂപയ്ക്ക് 40 ടിക്കറ്റ് നമ്മൾ എടുത്ത്. ഗൈസ്, പിന്നെ നമ്മൾ കോട്ടക്കലിൽ നിന്ന് തന്നെ വേറെ 2 കടയും കൂടി കണ്ടപ്പോൾ അവിടെ നിന്ന് എടുത്ത്. എന്തായാലും നമ്മൾ 4 സിറ്റിക്കല്ല പോകുന്നത്. മലപ്പുറം, കോട്ടക്കൽ, വേങ്ങര, പിന്നെ കൊണ്ടോട്ടി, അങ്ങനെ 4 സിറ്റി. അപ്പോൾ 2 സിറ്റിയിൽ 2500 രൂപ വെച്ചിട്ടാണ് എടുക്കുന്നത്. അതായത് 2 സിറ്റിയിൽ 50 ടിക്കറ്റ്, അടുത്ത 2 സിറ്റിയിൽ 50 ടിക്കറ്റ്. ഇനിയിപ്പോൾ അതിൻ്റെ കോട്ടക്കലിൻ്റെ ബാലൻസ് ഒരു ഇപ്പോൾ ഇത് എത്രടാ? 8 ടിക്കറ്റായി. ഇപ്പോൾ നമ്മൾ നോർമലി ഇപ്പോൾ എത്ര ടിക്കറ്റ് എടുത്ത്? 42. ടോട്ടൽ 50 ടിക്കറ്റ് ഇപ്പോൾ ആയി. 50 ടിക്കറ്റിൻ്റെ ആ ലാസ്റ്റത്തെ 8 നമ്പറും കൂടി ഇപ്പോൾ പറഞ്ഞുതരാം. 3178, 9568, 9560, 3190. ബാക്കി 6631, 1589, 1595, 0769. ഓക്കെ, ഇപ്പോൾ ടോട്ടൽ നമ്മൾ 50 ടിക്കറ്റ് എടുത്തു കഴിഞ്ഞ് ഇനിയിപ്പോൾ 50 ടിക്കറ്റും കൂടി എടുക്കാണ്ട് അത് വേങ്ങര നിന്നും കൊണ്ടോട്ടിന്നും നമ്മളെടുത്ത് നമ്മളെ ലോട്ടറി ടിക്കറ്റ് ചാലഞ്ചിൻ്റെ 100 ടിക്കറ്റിൻ്റെത് ഫുൾഫിൽ ചെയ്യും.
അപ്പോൾ ബാലൻസ് 50 ടിക്കറ്റും കൂടി നമ്മൾ എടുക്കുകയാണ് കോട്ടക്കലിലേക്കല്ല വേങ്ങരയ്ക്കും കൊണ്ടോട്ടിക്കും പോവുകയാണ്. ഇനി നമ്മൾ വേങ്ങരയ്ക്ക് പോകാം. ഇനി അടുത്ത് നമ്മൾ ഇവിടുന്ന് നേരെ കൊണ്ടോട്ടി, ഇനിയിപ്പോൾ അടുത്ത് നമ്മൾ നേരെ ഇവിടുന്ന് കോട്ടക്കലിൽ നിന്ന് കൊണ്ടോട്ടി വേങ്ങരയ്ക്ക് കയറും. അവിടുന്ന് ഒരു 6 കിലോമീറ്റർ എന്തോ ഉള്ളൂ. അപ്പോൾ അങ്ങോട്ട് പോയിട്ട് ബാക്കിയുള്ള ടിക്കറ്റും കൂടി കളക്ട് ചെയ്യാം നമുക്ക്. ഗൈസ്, അപ്പോൾ നമ്മൾ വേങ്ങര എത്തി. പിന്നെ നേരത്തെ പറഞ്ഞതിൽ ഒരു തെറ്റ് പറ്റിപ്പോയി. എന്താണെങ്കിൽ മലപ്പുറത്തും കോട്ടക്കലും കൂടി ചേർന്നിട്ട് നമ്മൾ 48 ടിക്കറ്റ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ 50 അല്ല 48 എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഇവിടെ വേങ്ങരയിൽ എത്തിയ ഒരു കടയിൽ 6 എടുത്ത് 6 ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ടോട്ടൽ 54 എണ്ണായി. 6 ടിക്കറ്റത്തെ നമ്പർ ഞാൻ അപ്പോൾ പറഞ്ഞുതരാം. 8543, 1930, 1658, 1604, 0406, പിന്നെ ലാസ്റ്റ് വണ് 3313. ഓക്കെ, അപ്പോൾ അങ്ങനെ 6 ടിക്കറ്റ് വേങ്ങരുന്ന് ഫസ്റ്റത്തെ കടയിൽ നിന്ന് 6 ടിക്കറ്റ് എടുത്ത് ടോട്ടൽ 54 ടിക്കറ്റായിട്ടോ. ഗൈസ്, നമ്മൾ വേങ്ങര അങ്ങാടിയിൽ നിന്ന് ആകപ്പാടെ ഒരു കട കണ്ടിട്ടുള്ളൂ കേട്ടോ. അവിടെ നിന്ന് എന്തായാലും ഒരു 300 രൂപയ്ക്ക് 6 ടിക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം ഇപ്പോൾ ഈ ഇവിടെ നിന്ന് വേങ്ങരന്ന് നമുക്ക് നേരെ കൊണ്ടോട്ടി പോകണം. കൊണ്ടോട്ടി പോകുന്ന വഴിക്ക് കുന്നുംപുറമുണ്ട്, അവിടെ നിന്ന് കടകൾ കിട്ടുമെന്ന് നോക്കാം. പിന്നെ ഞങ്ങളെന്തായാലും വേങ്ങരയിൽ കുറച്ച് കടകൾ കിട്ടണമെന്ന് വിചാരിച്ചു. പക്ഷേ ഒറ്റ ഒരു കട ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ കുറച്ച് നേരം തപ്പി നോക്കി, വേറെ എവിടെയും കട കണ്ടിട്ടില്ല. 46 ടിക്കറ്റും കൂടി എടുക്കാണ്ട് എന്തായാലും നമുക്കൊന്ന് വേഗം പോയി നോക്കാം. ഇപ്പോൾ ഇരുടായി വരികയാണ്, വൈകുന്നേരം 6:40 ആയി സമയം. എന്തായാലും വേഗം ഒന്ന് പോയി നോക്കാം ഗൈസ്. പിന്നെ നമ്മൾ ഇവിടെ കൊണ്ടോട്ടി അങ്ങാടിയിലെത്തി. വേങ്ങരയിൽ പറ്റിയ ക്ഷീണാണ്, ആകെ ഒരു കട ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ പോന്ന് വരുന്ന വഴിക്കൊക്കെ നോക്കി എവിടെയും കട ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ കൊണ്ടോട്ടി അങ്ങാടിയിലെത്തിയപ്പോൾ നമ്മൾ പുറത്തൊന്ന് കറങ്ങിയപ്പോൾ ഒരു 2 കട കിട്ടി. 2 കടയിൽ നിന്ന് ഒരു 5 ടിക്കറ്റ് വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 10 ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ നമ്പേഴ്സ് 7757, 7772, 7764, 9981, 7768, 7753, 8828, 8826, 8872, 2029. അങ്ങനെ 10 ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കൊണ്ടോട്ടി ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിൽ കുറച്ച് കടകളുണ്ടെന്ന് പോയി. ഇപ്പം എന്തായാലും ഇരുട്ടാവാനായി. എന്തായാലും മാക്സിമം അവിടെ നിന്ന് നമ്മൾ ബാലൻസ് കളക്ട് ചെയ്യാൻ പറ്റുമെന്നൊന്ന് പോയി നോക്കട്ടെ. പിന്നെ നമ്മൾ പറഞ്ഞതുപോലെ കൊണ്ടോട്ടി അങ്ങാടിൻ്റെ ഉള്ളിൽ, അതായത് ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിൽ കയറി കുറച്ച് ടിക്കറ്റ്, കുറച്ചെല്ലാം മൊത്തത്തിൽ നമ്മൾ ടിക്കറ്റ് വാങ്ങി. ബാലൻസ് ഒരു 36 ഉണ്ടായിരുന്നു. കുറേ കടകളുണ്ട്. ലോട്ടറി കടയിൽ തന്നെ കണ്ടമാനം ഒരു 10-12 ചുരുങ്ങിയത് കുറേ ലോട്ടറി കടകളാണ്. അപ്പം ഇപ്പോൾ നമ്മളെന്തായാലും ഇരുടായല്ലോ. അപ്പോൾ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും തെണ്ടി നടപ്പോൾ 4ാമത്തെ സിറ്റിയാണ് നമ്മൾ കവർ ചെയ്യുന്നത്. അപ്പം മൊത്തത്തിൽ നമ്മൾ 4 സിറ്റിയിൽ 100 എണ്ണം വാങ്ങണമെന്നല്ലേ നമ്മൾ ഉദ്ദേശിച്ചത്. അപ്പോൾ 36 നമ്മൾ അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. അതിൽ ആദ്യത്തെ 10 എണ്ണത്തിൻ്റെ നമ്പർ ഇപ്പോൾ പറയാം. പറഞ്ഞോടാ. 2002, 7043, 2005, 1970, 8287, 037, 3071, 7092. അപ്പം അങ്ങനെ 10 എണ്ണം. അപ്പോൾ ടോട്ടൽ നമുക്കിപ്പോൾ 74 എണ്ണം ആയില്ലേ, 74 ടിക്കറ്റായി. പിന്നെ ഇതിപ്പോൾ നമ്മൾ ഈ 100 എണ്ണം 100 ടിക്കറ്റ് വാങ്ങാൻ 5000 രൂപ ചിലവ് ചെയ്യുക, ഇതൊക്കെ ഞങ്ങൾ ഒരു ഫണ്ണിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇതൊക്കെ ചെയ്യുന്നത്. അല്ലാണ്ട് നമ്മൾ ദിവസം കൂലിന് നമുക്ക് എല്ലാവരും ക്യാഷ് ഉണ്ടാക്കുന്നത് കഷ്ടപ്പെട്ട് തന്നെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ദിവസം ഈ ലോട്ടറി എടുക്കുന്ന പരിപാടി ഉണ്ടെങ്കിൽ ചിലപ്പോൾ കിട്ടുന്നവരാവാം, കിട്ടാതെ വെറുതെ ദിവസം ലോട്ടറി എടുത്ത് വെറുതെ പൈസ കളയരുത് കേട്ടോ. നമ്മൾ കിട്ടിയിട്ട് ആ ലാഭത്തുനിന്ന് എടുക്കുകയാണെങ്കിൽ പ്രശ്നമില്ല. അല്ല വെറുതെ നമ്മൾ ഈ പൈസ കൊണ്ടുപോയി കളഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം ഞാൻ പറയാൻ കാരണം ഇതിപ്പോൾ ഞങ്ങൾ ചെയ്യേണ്ട ഒരു ജസ്റ്റ് ഒരു ഫണ്ണിന് വേണ്ടിയിട്ടാണ്. അല്ലാണ്ട് ആരെയും ഞങ്ങൾ ലോട്ടറി എടുക്കാൻ പ്രൊമോട്ട് ചെയ്യുക അങ്ങനത്തെ ഒന്നും അല്ല. ഇപ്പോൾ ഞങ്ങൾ യൂട്യൂബിൽ നോക്കിയപ്പോൾ അങ്ങനത്തെ ഒരു ഇതാരും ചെയ്തിട്ടില്ല, അങ്ങനത്തെ ജസ്റ്റ് ഫണ്ണായിട്ട്. അപ്പോൾ അങ്ങനെ ഫണ്ണ് മാത്രമല്ല, അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെ സബ്സ്ക്രൈബേഴ്സിനും നമുക്കും ഒരു ലാഭം തന്നെയാണ്. അങ്ങനെ വിചാരിച്ചിട്ടാണ്. പിന്നെ ഈ പൈസ ഞങ്ങൾ ഇതിനായിട്ട് സെപ്പറേറ്റ് ചേർത്ത് വെച്ച പൈസയാണ്.
അതല്ലാതെ നമ്മൾ ഒരാഴ്ച പണി എടുത്തിട്ട് ആ പൈസ എടുത്തുകൊണ്ടിട്ട് ഇങ്ങനെ കളയുന്നതല്ല. അപ്പോൾ നമ്മൾ ഈ മുടക്കണ 5000 റുപ്യ എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സ്ട്രാ വരുന്ന മണിയാണ്, എക്സ്ട്രാ ഉണ്ടാക്കിയ മണിയാണ്. അപ്പോൾ ആ എമൗണ്ട് നമ്മൾ ഈ ഒരു പാർട്ട് ടൈം ജോബിൽ അങ്ങനെ നമ്മൾ എക്സ്ട്രാ ആയിട്ട് ഉണ്ടാക്കിയ പൈസയാണ് ഇങ്ങനെ നമ്മൾ ഓരോരോ എക്സ്പെരിമെൻറ്റിന് യൂസ് ചെയ്യുന്നത്. അല്ലാണ്ട് നമ്മൾ ദിവസം അധ്വാനിച്ച് ഉണ്ടാക്കണ പൈസ നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ കൊണ്ടുപോയി ചിലവ് ചെയ്യരുത്. അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ അടുത്തൊരു 10 എണ്ണത്തിൻ്റെ നമ്പറും കൂടി നമുക്കിപ്പോൾ പറയാം. 2403, 8529, 8533, 7515, 7515, 7508, 7503, 7516, 1162, 1168, 2409, 7096, 2013. കത്തം. ടോട്ടല് 84 എണ്ണമായി. പിന്നെ ഈ പറയുന്നിടയ്ക്ക് എന്തെങ്കിലും നമ്പേഴ്സ് തെറ്റായിട്ട് പറഞ്ഞാൽ നമ്മളിപ്പോൾ എന്തായാലും വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഒന്നും കൂടി നമ്പർ ചെക്ക് ചെയ്യും. അപ്പോൾ ചെക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും പറയുന്നതിൽ എന്തെങ്കിലും തെറ്റായിട്ടോ അല്ലെങ്കിൽ ഡിഫറെൻ്റ് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടാകുന്ന ടെൻഷൻ അടിക്കേണ്ട. എന്താണെങ്കിൽ ഞങ്ങൾ എന്തായാലും അത് പറയുന്ന ഇടയ്ക്ക് ആ നമ്പർ ഞങ്ങൾ ഇതിൽ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി കൺഫേം ആ കാണിക്കേണ്ട നമ്പർ ആയിരിക്കും കേട്ടോ. അഥവാ ഞങ്ങൾ തെറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ കാണിക്കുന്ന നമ്പർ എന്താണോ അതാണ് കേട്ടോ ലോട്ടറിയിലുള്ള നമ്പർ, ലാസ്റ്റത്തെ 4 അക്ക നമ്പർ. അപ്പോൾ അതുകൊണ്ട് ടെൻഷൻ വേണ്ട. നിങ്ങൾക്ക് കേൾക്കാത്തതിൻ്റെ പ്രശ്നം ബുദ്ധിമുട്ട് അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല. ആ നമ്പർ നിങ്ങൾ ഡിസ്പ്ലേയിൽ കാണുന്ന നമ്പർ കമൻറ്റ് ചെയ്താൽ മതി. ഇനിയിപ്പോൾ അടുത്ത ബാലൻസിൽ ഒരു 10 എണ്ണം കൂടി പറയാം. ബാലൻസിൽ 10 എണ്ണം. 6063, 2418, 6976, 6982, 3064, 9528, 8183, 8360, 8359, 3059, 3086, 7006, 8860, 2036, 7089, 7093. അടുത്തത് 0841. അപ്പോൾ മൊത്തം പറഞ്ഞു 16 എണ്ണം ബാലൻസ് ഉണ്ടായിരുന്നു പറഞ്ഞു. ഞാൻ വിചാരിച്ച അലിയ ലാസ്റ്റ് ഒരു 10 എണ്ണം പറഞ്ഞിട്ട് പിന്നെ നമുക്ക് എക്സ്ട്രാ ഒരു എന്തെങ്കിലും ടോപ്പിക്ക് വർത്താനം പറഞ്ഞിട്ട് പിന്നെ ബാലൻസ് ആരാണ് പറയുന്നത് വിചാരിച്ചാൽ അലിയൻ എന്തോ തിരക്കുള്ളത് കൊണ്ട് മൊത്തത്തിൽ അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ 100 എണ്ണം പറഞ്ഞിട്ടുണ്ട്. 100 എണ്ണത്തിൻ്റെയും ലാസ്റ്റ് 4 അക്കം നമ്പർ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞതുപോലെ തന്നെ 4ത്തെ റിസൾട്ടിൽ അതിൽ എത്ര രൂപ അടിക്കുന്നുണ്ടോ നിങ്ങളെ കമൻറ്റ്സ് ആരൊക്കെ ഇടുന്നുണ്ടോ, എത്ര രൂപ അടിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് ആ കിട്ടുന്ന എമൗണ്ട്, അതായത് അടിച്ച എമൗണ്ട് അല്ല കൈ കിട്ടുന്ന എമൗണ്ട് എത്രയാണ് അതിൽ 25% നമ്മൾ സബ്സ്ക്രൈബേഴ്സിനും കമൻറ്റ് ചെയ്തവർക്കും നമുക്ക് എന്തായാലും ഗിവ് അവേ ആയിട്ട് തരുന്നതാണ്. അതിലിപ്പോൾ ഇതിപ്പോൾ ഈ പരിപാടി എന്ന് പറഞ്ഞാൽ തട്ടിപ്പൊന്നുമില്ല കേട്ടോ, ഗവൺമെൻറ് നടത്തുന്ന പരിപാടിയാണ്. ഞങ്ങൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് അത് നമുക്കൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ജസ്റ്റ് ഒരു എന്റർടൈൻമെന്റ് ആണ്, അല്ലാതെ നമുക്ക് ഇതൊരു പണിയായിട്ടൊന്നും കൊണ്ട് നടക്കണില്ല. എന്തായാലും നമ്മൾ കുറച്ച് ഗവൺമെന്റിന് കൊടുത്തു. ഇനിയിപ്പോ അടിച്ചു കഴിഞ്ഞാലും ഗവൺമെന്റിന് കൊടുക്കണം. അടിച്ചു കഴിഞ്ഞാലും അടിക്കുകയാണെങ്കിൽ എത്ര 30% മുകളിലാണ് ടാക്സ് കാര്യങ്ങൾ കൊടുക്കണം. അതിപ്പോ എന്തെങ്കിലും ആവട്ടെ ഇപ്പൊ ഒന്നും പറഞ്ഞിട്ട് നമ്മളെ ഫോളോവേഴ്സിന് കുറച്ച് കൊടുക്കാം അടിച്ചു കഴിഞ്ഞാൽ. അപ്പൊ ആ ഇതില് നമുക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മളെ ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ അവർക്കും നമുക്ക് കിട്ടുന്ന അഥവാ ക്യാഷ് കിട്ടിയിട്ടുണ്ടെങ്കിൽ കൊടുക്കുക, അത്രേ ഉള്ളൂ. പിന്നെ മെയിനായിട്ട് പറയാനുള്ളത് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാം. മാക്സിമം നമ്മൾ ഒരു സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് നമുക്കും ഒരു ഈ വീഡിയോസ് ഇടാനും ക്രിയേറ്റ് ചെയ്യാനൊക്കെ ഒരു ഇത് ഉണ്ടാവുക. അപ്പം മാക്സിമം ഇതിൽ ഞങ്ങൾ ഇതുവരെ ഒന്നും തെറ്റായിട്ടൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ലാന്ന് വിചാരിക്കുന്നത്. എന്താണെങ്കിൽ പലരും പല മൈൻഡാണ്. ഇപ്പം എന്തെങ്കിലും പറയുന്ന സ്ഥലത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് വരാണെങ്കിൽ ക്ഷമിക്കാം. അല്ലടാ?
അതൊക്കെ അത്രേ ഉള്ളൂ. ഓക്കെ, ഇനിയിപ്പോൾ അനക്ക് എന്തെങ്കിലും പറയാണ്ടോ? എനിക്കൊന്നും പറയല്ല. അപ്പോൾ എന്തായാലും വീഡിയോ ഞങ്ങൾ ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യും. അപ്പോൾ മാക്സിമം 100 എണ്ണം വേണ്ടവർ 100 ഇഷ്ടപ്പെട്ടതാണ്ട് 10, 20, 30 എത്ര. പക്ഷെ ഒരിക്കലും കൂടി പറയാ, കമന്റ് ചെയ്യുന്നത് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യണം. അല്ലെങ്കിൽ ഒരു കമന്റിൽ 100 നമ്പേഴ്സും പറഞ്ഞിട്ട് കാര്യമില്ല, അത് നമ്മൾ എടുക്കില്ല. ഗൈസ്, ഇന്നത്തെ വീഡിയോ അതോടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇതൊക്കെയാണല്ലോ ഇന്നത്തെ ഒരു സിമ്പിളായിട്ടുള്ള വീഡിയോ. നാളത്തെ ഇതിൻ്റെ റിസൾട്ട് നോക്കുന്ന വീഡിയോ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ മാക്സിമം നമ്മളെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. എങ്ങനെയാണെങ്കിലും അറിയാമല്ലോ, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ കമൻറ്റ്സ് മാക്സിമം 100 എണ്ണാണെങ്കിൽ 100 എണ്ണം കമൻറ്റ്സ് അയച്ചോളി. പിന്നെ അതിൻ്റെ ഒപ്പം നിങ്ങൾക്ക് അറിയുന്ന ഫ്രണ്ട്സ് സർക്കിൾ ഉണ്ടാവും, അതേപോലെ റിലേറ്റീവ്സ് ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തിട്ട് കമൻറ്റ്സ് ചെയ്യാൻ പറയാം. ലക്ക് ആർക്ക് എങ്ങനെ ഉണ്ടാവണമെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. ഈ 100 എണ്ണത്തിൽ ഏതെങ്കിലും ഒരു നല്ല എമൗണ്ട് അടിച്ചാൽ മതിയല്ലോ, അതിൻ്റെ ഒരു ഷെയർ കിട്ടല്ലോ. പിന്നെ അത് മാത്രമല്ല, ഇതെന്ന് പറഞ്ഞാൽ ഒരു കൂടുതൽ കമൻറ്റ്സ് വന്നു കഴിഞ്ഞാൽ ആ ഒരു നമ്പർ തന്നെ ഒരു ഇൻ കേസ് ഫോർ എക്സാമ്പിൾ എനിക്ക് ഒരു നമ്പർ തന്നെ ഒരു 4-5 വ്യക്തികളെ നമുക്ക് കമൻറ്റ്സ്, ഇപ്പോൾ ഞാൻ എന്തായാലും ഇൻസ്റ്റയിൽ അപ്ലോഡ് ചെയ്യേണ്ട, യൂട്യൂബ് റീൽസിൽ അപ്ലോഡ് ചെയ്യും. അപ്പോൾ അങ്ങനത്തെ അതിൽ ആരെങ്കിലുമൊക്കെ കമൻറ്റ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു 4-5 ആൾക്കാർ, ഒരു നമ്പർ തന്നെ 4-5 ആൾക്കാർ കമൻറ്റ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഷഫിൾ ചെയ്തിട്ട് ഒരു റാൻഡം വൈസിൽ സെലക്ട് ചെയ്തിട്ടാണ് എടുക്കുക. അപ്പോൾ ഭാഗ്യം ആർക്കും ഉണ്ടാവണം പറയാൻ പറ്റില്ല. അപ്പോൾ മാക്സിമം നമ്പറൊക്കെ കമൻറ്റ്സ് ചെയ്തോളി. അതേപോലെ അറിയുന്ന ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുത്ത് ഓരോ കൊണ്ടും കമൻറ്റ് ചെയ്യാൻ പറഞ്ഞാൽ മതി. അപ്പോൾ ഫാം വലുതാക്കണം. നമ്മളെ പറഞ്ഞതുപോലെ നമ്മളെ ചാനലും ഫാമിലിയും ഒക്കെ വലുതാക്കണം. ഓക്കെ, ഇതോടെ പറയാനുള്ളത് പറഞ്ഞ് ഇനിയിപ്പോൾ നെക്സ്റ്റ് നാളെ നമ്മൾ റിസൾട്ട് നോക്കണ വീഡിയോ. ഓക്കെ, ഇതോടെ ഇത് കഴിഞ്ഞ് ഇനിയിപ്പോൾ നാളെ ബാക്കിയുള്ള വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, ബൈ.